came here in order to inaugurate a program, an annual program of theirs, in which they told that they are constructing some houses, and the first house which they would give to any person would be a non-Muslim family, and some other friends, I hope that they would have given some more houses to our non-Muslim brothers. These are a few things which I know of this big movement, and I'm very happy and proud of them. And I expect a lot of things from them in future. May God bless their activities and give them strength and show them the path to his pleasure. And reward them here and hereafter. സോളിഡാരിറ്റി പോലുള്ളൊരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം 400 വീട് എന്ന് പറയുന്നത് സോളിഡാരിറ്റിക്ക് സാധ്യമാകുമോ എന്നായിരുന്നു അതിന്റെ തുടക്കത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മെ ആശങ്കപ്പെടുത്തിയിരുന്ന കാര്യം. പക്ഷെ കേരളത്തിലെ ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ കേരളീയരായ ജാതിമത ഭേദമന്യേ എല്ലാ ആളുകളും സോളിഡാരിറ്റിയെ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും സോളിഡാരിറ്റിയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ ജനവിഭാഗത്തിന്റെയും കൂടിയുള്ള കൈകോർത്തുകൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെ ഈ ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുകയും ചെയ്തു. അപ്പോൾ 400 വീട് എന്നത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. മാത്രമല്ല, കേരളത്തിൽ വീടുണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല. കാരണം കേരളത്തിലെ എല്ലാ ആളുകളും വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സന്നദ്ധ സംഘടനകൾ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രത്യേകത, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യുവജന സംഘടന അതിന്റെ പ്രവർത്തകരുടെ കായികാധ്വാനത്തിലൂടെ വീടുണ്ടാക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇന്ന് ഈ മനുഷ്യ സേവനം തന്റെ സഹപ്രവർത്തകന് വേണ്ടി, സഹോദരന് വേണ്ടി, സഹജീവിക്ക് വേണ്ടി വിയർപ്പൊഴിക്കാനുള്ള ഒരു മനസ്സ് ആധുനിക തലമുറയ്ക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് സോളിഡാരിറ്റിയുടെ സാന്നിധ്യവും സേവനവും ശ്രദ്ധേയമാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തുകയുണ്ടായി. ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു വീട് നിർമ്മിച്ചു കഴിഞ്ഞ സ്ഥലങ്ങളിൽ നാം ചെല്ലുമ്പോൾ ആളുകൾ, പരിസരവാസികളും കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ വളരെ സന്തോഷപൂർവ്വം ആഘോഷപൂർവ്വം നമ്മെ സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ആ പ്രദേശത്തെ ഒരു വ്യക്തിക്ക് ഈ സോളിഡാരിറ്റി പ്രവർത്തകർ ചെന്നിട്ട് ആരോ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നാം ആ വിഷയം പഠിക്കുകയും ആ കക്ഷികൾ ഈ സോളിഡാരിറ്റി ഭവനത്തിന് അർഹരാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ തിരഞ്ഞെടുക്കുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ ജാതി മത പരിഗണനകളോ മറ്റോ കക്ഷി വ്യത്യാസമോ ഒന്നും തീരെ പരിഗണിച്ചില്ല എന്നത് ഓരോ പ്രദേശത്തുമുള്ള ആളുകൾക്ക് തീർത്തും ബോധ്യപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ കഷ്ടപ്പെടുന്ന, അവരുടെ ഇടയിൽപ്പെട്ട കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ സഹായിക്കാൻ സോളിഡാരിറ്റി പ്രവർത്തകർ എത്തിച്ചേർന്നത് കൊണ്ട് തന്നെ അവരെല്ലാം വളരെ കൂട്ടായ്മയോടുകൂടി ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് സഹകരിച്ചുകൊണ്ട് ഈ വീടുണ്ടാക്കുന്നവർക്ക് വേണ്ടിയുള്ള ഭക്ഷണവും മറ്റ് സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 100 വീടുകൾ പാലക്കാട്ടെ ജില്ലയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രഖ്യാപിച്ചത് ജനങ്ങളുടെ സോളിഡാരിറ്റിയിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് 400 വീടുകളായി മാറി. ആ 400 വീടുകളിലും സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ അവരുടെ കൈകൾ കൊണ്ട് കല്ല് ചെത്തി, കല്ല് പൊക്കി, കണ്ണ് പടുത്തു, അങ്ങനെ വീടുണ്ടാക്കി കൊടുത്ത സംഭവം എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു ഐതിഹാസിക സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തലമുറ, ഒരു പുതിയ യുവതലമുറ ഈ രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത് ജനങ്ങളിലെ സ്വന്തം രക്തം കൊണ്ടും വിയർപ്പ് കൊണ്ടും സേവിക്കാൻ അവരുടെ വികാരങ്ങൾ ഏറ്റുവാങ്ങി നീതിക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി പൊരുതാൻ സന്നദ്ധമായ ആത്മബോധമുള്ള ഒരു തലമുറയാണ് തെളിയിച്ചിട്ടുണ്ട്. ധാർമ്മിക രംഗത്തും ഒരു സ്വഭാവ ഗുണമുള്ള ഒരു ധാർമ്മിക ബോധമുള്ള ഒരു അച്ചടക്കമുള്ള ഒരു തലമുറ എന്ന നിലയ്ക്ക് സോളിഡാരിറ്റിക്ക് ഈ കാലയളവിൽ പങ്ക് തെളിയിക്കാൻ കഴിയും. കാരണം സാധാരണഗതിയിൽ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ സമരങ്ങളിലൊക്കെ, യുവജന സമരങ്ങളിലൊക്കെ അക്രമവും എല്ലാ തരത്തിലുള്ള അടിപിടിയും വൃത്തികളുമൊക്കെ നടക്കുന്ന സമയത്ത് സമാധാനപരമായി വളരെ അച്ചടക്കത്തോടുകൂടി എല്ലാ തരത്തിലുമുള്ള മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ അതേസമയത്ത് വിപ്ലവവീര്യം തുളുമ്പുന്ന തരത്തിലുള്ള സമരപരിപാടികളിലൂടെയാണ് സോളിഡാരിറ്റി ഒരു വാഗ്ദാനമാണ് കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ജാതി മത സാമൂഹിക ഭേദമില്ലാതെ ഈ രാജ്യത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഒരു വാഗ്ദാനമാണ്. അത് യഥാർത്ഥത്തിൽ ഈ മുഴുവൻ ജനതയുടെയും വികാരങ്ങൾ ഏറ്റുവാങ്ങുന്ന അവരുടെ എല്ലാം പ്രതീക്ഷകൾക്കും പ്രത്യാശകൾക്കും സ്വപ്നങ്ങൾക്കുമൊക്കെ ഒരു മൂർത്ത രൂപം നൽകുന്നു. അതിന് ജീവൻ നൽകുന്ന തരത്തിൽ ഒരു പ്രധാനമായി അത് വളർന്നുകൊണ്ടിരിക്കുന്നു. കാലം അത് തെളിയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ 1ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഉപഹാരം എന്ന നിലക്കാണ് ഈ വീട് നിർമ്മാണ പദ്ധതി ആരംഭിച്ചത്. സമ്മേളനം മാത്രമായിരിക്കരുത് നമ്മുടേത് എന്ന നിർബന്ധം സോളിഡാരിറ്റിക്ക് ഉണ്ടായിരുന്നു. പല സംഘടനകളും വലിയ വലിയ സമ്മേളനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും പൊതുസമൂഹത്തിന് ലഭിച്ചതായി നമുക്കറിയില്ല. സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ ഈ സമ്മേളനത്തിലൂടെ സാധിക്കണം, സമ്മേളനം എന്തെങ്കിലും അടയാളപ്പെടുത്തണം എന്ന നിർബന്ധം നമുക്കുണ്ടായി. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു, ഒരു 100 വീടുകൾ സോളിഡാരിറ്റി പ്രവർത്തകരുടെ അധ്വാനത്തിലൂടെ തന്നെ നമുക്ക് പാവങ്ങൾക്ക് വേണ്ടി പൂർത്തീകരിക്കണമെന്ന്. പക്ഷേ 100 വീട് എന്ന നമ്മുടെ ഈ ലക്ഷ്യം വളരെ സന്തോഷപൂർവ്വം നമ്മൾ അനുസ്മരിക്കുന്നു. വളരെ ആവേശപൂർവ്വമാണ് ജനങ്ങൾ അതിനെ ഏറ്റെടുത്തത്. ഇത്രയധികം ആവേശപൂർവ്വം ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചാൽ. പക്ഷേ 100 വീട് പ്രഖ്യാപിച്ചപ്പോൾ 400 വീട് നിർമ്മിക്കാൻ ആവശ്യമായ സഹായമാണ് നമുക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ചത്. ഇത് ഒന്നാമതായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആളുകളെ സഹായിക്കുക, ആളുകളെ രക്ഷപ്പെടുത്തുക, ആളുകളോട് കാരുണ്യത്തോടുകൂടി പെരുമാറുക എന്നിത്യാദി മൂല്യങ്ങൾ, ഗുണങ്ങൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള കാര്യമാണ്. വളരെ സന്തോഷകരമായ അവസ്ഥയാണ്. ഈ വീട് നിർമ്മാണത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്, സമൂഹത്തിൽ ഒരിക്കലും ഒരു വീട് സ്വപ്നം കാണാൻ സാധിക്കാത്തവർക്കാണ് സോളിഡാരിറ്റി വീട് വെച്ചു കൊടുത്തിരിക്കുന്നത്. പലരും ഞങ്ങളെ സമീപിച്ചു. 50,000 രൂപ ഞങ്ങളുടെ കൈവശമുണ്ട്, നിങ്ങളൊരു 25,000 തന്നാൽ നല്ലൊരു വീട് വെക്കാം എന്ന് പറഞ്ഞ് സമീപിക്കുമ്പോൾ അവരോട് നമ്മൾ പറഞ്ഞത്, 50,000 രൂപ ഉള്ളവർക്കല്ല ഞങ്ങളുടെ വീട്, 25,000 രൂപ പോലും കയ്യിലില്ലാത്ത സാധുക്കളായ ഒരു വീട് സ്വപ്നം കാണാൻ കഴിയാത്തവർക്കാണ് ഞങ്ങളുടെ വീട്. അതുകൊണ്ട് ഞങ്ങളുടെ വീട് 25,000ന്റെ വീട് തന്നെയാണ്. സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ കല്ല് ചുമന്ന് വീടിനാവശ്യമായ തറ കീറിയെടുത്ത് അതിൽ കല്ല് കൊണ്ടുപോയിട്ട് പടവ് നടത്തി അതൊരു വീടാക്കി അവർ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സോളിഡാരിറ്റിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം, അതിന്റെ പ്രവർത്തകർ ഒരു സേവന പ്രവർത്തനത്തിൽ